ഹായ് ഡോക്ടർ. ഹായ്. മുമ്പത്തെ പോലെയല്ല, ഇപ്പം ഇവിടെ ഒരുപാട് ഫാമിലീസ് വന്ന് സെറ്റിൽഡ് ആവുന്നുണ്ട്, ഒരുപാട് ഡെലിവറീസ് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഡെലിവറീസ് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്നേറ്റൽ കെയർ അല്ലെങ്കിൽ പ്രസവാനന്തര ചികിത്സ വളരെ പ്രാധാന്യത്തോടു കൂടി ആളുകൾ ചെയ്തു വരുന്ന ഒരു പ്രൊസീജിയറാണ്. തീർച്ചയായും. നമ്മളിവിടെ ദുബായിലും പല സ്ഥലങ്ങളിലും കണ്ടും കേട്ടും അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു ചികിത്സാ രീതിയെക്കുറിച്ചിട്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച്, അത് ഇപ്പം ഇവിടെ ദുബായിൽ അവൈലബിൾ ആയിരിക്കുന്നത് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ ഡോക്ടർ? അതെ, തീർച്ചയായിട്ടും. പോസ്റ്റ്നേറ്റൽ പീരീഡ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ അമ്മയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡാണ്. നമുക്കറിയാം, പ്രഗ്നൻസി ടൈമിൽ ഒരു ലേഡിയുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരും. അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന പോണം ആഫ്റ്റർ ഡെലിവറി ചിലപ്പോൾ ഒബേസിറ്റി ഉണ്ടാവാറുണ്ട്, പിഗ്മെൻറ്റേഷൻസ് വരാറുണ്ട്, ഹോർമോണൽ ഇഷ്യൂസ്, ആൻസൈറ്റി ഇഷ്യൂസ്, അമിതമായിട്ട് വണ്ണം വെക്കുക, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് പ്രകടമാകാറുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് അതിനോടൊപ്പം തന്നെ മെഡിക്കേഷൻസും ഒക്കെ നമ്മൾ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരിക്കും. ആയുർവേദത്തിൽ പോസ്റ്റ്നേറ്റൽ കെയറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സുകൾ, മസാജസ് ചെയ്യുന്നത് വളരെ വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പം ബേബി മസാജസ് ഉണ്ട്, അതുപോലെ തന്നെ ഹെർബൽ മെഡിക്കേറ്റഡ് ബാത്ത് ഉണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങളിലെ സെൻസേഷൻസ് ഇംപ്രൂവ് ചെയ്യാനും അവരുടെ കോംപ്ലക്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനും മസിൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ വളരെ രീതിയിൽ ഹെൽപ്ഫുൾ ആവാറുണ്ട്. അതുപോലെ തന്നെയാണ് അമ്മയുടെ ട്രീറ്റ്മെൻറ്റ്സും. ആയുർവേദിക് മസാജസ്, കിഴി പോലുള്ള ട്രീറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ വേദുകുളി പോലുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ തീർച്ചയായിട്ടും അമ്മയുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള വ്യത്യാസം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ ഈ പോസ്റ്റ്നേറ്റൽ കെയറിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു തന്നു. അപ്പോൾ ഇതിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ്? ഇപ്പോൾ അമ്മക്ക് സെപ്പറേറ്റ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, കുട്ടികൾക്ക് ന്യൂ ബോണിലെ സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അത് എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റുകൾ വരുന്നത് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രഗ്നൻസി ടൈമിൽ ഒരുപാട് ചേഞ്ചസ് സ്ത്രീകളിൽ ഉണ്ടാവും. അപ്പോൾ ആഫ്റ്റർ ഡെലിവറി ചിലപ്പോൾ ഒരുപാട് പെയിൻ ഇഷ്യൂസ്, ബാക്ക് പെയിൻ ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ അമിതമായിട്ട് വണ്ണം വെക്കാം, പിമ്പിൾസ് വരാറുണ്ട്, പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ആയുർവേദത്തിൽ നമ്മുടെ ആയുർവേദിക് മസാജസ്, പോട്ട്ലി ട്രീറ്റ്മെൻറ്റ്സുകൾ, അതുപോലെ തന്നെ മുഖലേപനം, ആയുർവേദിക് ഫേസ് പാക്ക് ട്രീറ്റ്മെൻറ്റ്സുകൾ, അതുപോലെ തന്നെ അബ്ഡോമിനൽ ബാൻഡേജസ്, അതായത് ബെല്ലി ഫാറ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് അബ്ഡോമിനൽ ബാൻഡേജസ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെർബൽ മെഡിക്കേറ്റഡ് ബാത്തിനെ പറ്റിയിട്ട് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും സുപരിചിതമാണ് വേദുകുളി. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഒരുപാട് ആയുർവേദിക് ഹെർബൽ മെഡിക്കേഷൻസ് ഇട്ടിട്ടുള്ള കഷായത്തിലൂടെ ഡെക്കോഷനിൽ ഈ ഒരു അമ്മേനെ കുളിപ്പിക്കുക എന്നുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. സപ്പോർട്ടീവായിട്ട് പെയിൻ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ കോംപ്ലക്ഷൻ ചേഞ്ചസിനും ഒക്കെ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ന്യൂ ബോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബേബി മസാജസ് അവരുടെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനും, അതുപോലെ തന്നെ അവരുടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഫേഷ്യൽ മസിൽസ്, നേസൽ ബ്രിഡ്ജ്, ഇതൊക്കെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ബേബി മസാജസ് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം കുട്ടീനെ സ്പെഷ്യലായിട്ടുള്ള കഷായത്തിൽ കുളിപ്പിക്കുക എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ ആരോഗ്യത്തിന് ഫ്യൂച്ചറിൽ അത് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ന്യൂ ബോണിൽ നമ്മൾ ഈ ചെയ്യുന്ന മസാജസ് കണ്ടിന്യൂസ് ആയിട്ട് ആ കുട്ടികളിൽ ഡെയിലി, ഇപ്പം ആയുർവേദത്തിൽ പറയുന്നത് അഭ്യംഗം ആചരേ നിത്യം ജരാശ്രമവാദ എന്നാണ്. അപ്പോൾ ഡെയിലി ഈ മസാജസ് ഒക്കെ ചെയ്യുന്നത് കുട്ടികൾ വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, കുട്ടികളിൽ ഈ ആയുർവേദിക് മസാജസ് ചെയ്യാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ചെയ്യാവുന്ന കാര്യമാണ്. വലിയ ആൾക്കാർ ചെയ്യുന്നത് പോലെ തന്നെ കുട്ടികൾ, ഇപ്പോൾ 5 വയസ്സ് മുതൽ ഒരു 15 വയസ്സിന് ഇടയിലുള്ള പ്രായത്തിലുള്ള കുട്ടികളിൽ നിങ്ങൾക്ക് ഒരു മാസം തോറും 1-2 ആയുർവേദിക് മസാജസ് ചെയ്യുന്നതിലൂടെ അവരുടെ ബുദ്ധി വികാസത്തിനും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് പീരീഡാണ്. ആ ഒരു ടൈമിൽ ഇത്തരത്തിലുള്ള മസാജസ് ഒക്കെ ചെയ്യുന്നത് ഫിസിക്കൽ ഡെവലപ്മെന്റിനും അതേപോലെ തന്നെ മെന്റൽ ഡെവലപ്മെന്റിനും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഡോക്ടർ, ഈ പറഞ്ഞ ചികിത്സകളൊക്കെ ദുബായിൽ ആയുർസത്യയിൽ അവൈലബിൾ ആണോ? തീർച്ചയായിട്ടും. ദുബായിലുള്ള ആൾക്കാർക്ക് ഈ ഒരു പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റി ഒരുപാട് സംശയങ്ങളുണ്ട്. ആയുർസത്യ ആയുർവേദയിൽ വളരെ നല്ല രീതിയിലുള്ള പോസ്റ്റ്നേറ്റൽ പാക്കേജസ് അവൈലബിൾ ആണ്, കുട്ടികളുടെയും അതുപോലെ തന്നെ അമ്മയുടെയും കെയറിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യുക. അതുപോലെ ഇവിടുത്തെ പോസ്റ്റ്നേറ്റൽ പാക്കേജസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുക, ട്രീറ്റ്മെൻറ്റ്സുകൾ എടുക്കുക. ആയുർസത്യ ആയുർവേദ മെഡിക്കൽ സെൻറ്റർ, അലൈൻ സെൻറ്റർ, ബർദുബായ്.